കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4-ാം പ്ലാറ്റ്ഫോമിൽ ഒരു 10 വയസ്സുകാരൻ ഒറ്റപ്പെട്ടുപോയി. വന്ദേ ഭാരത് ട്രെയിനിൽ കൂടെയുണ്ടായിരുന്ന രക്ഷിതാക്കളും സഹോദരങ്ങളും കയറിയപ്പോൾ ഈ കുഞ്ഞിന് കയറാൻ സാധിച്ചില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഒടുവിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീകാന്തിന്റെ ഇടപെടലാണ് കുട്ടിയെ രക്ഷിതാക്കളുടെ അടുത്തെത്തിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുവരാം. ഞാനാണ് ശ്രീകാന്താണ് സംസാരിക്കുന്നത്. ಥ್ಯಾಂಕ್ಸ್ ನಿಮ್ಮಲ್ಗೆ. സന്തോഷം. വീഡിയോ കണ്ടു ನಾನು നിങ്ങൾ കുറെ ഓടി ട്രെയിനിന്റെ നിർത്തി. ഇപ്പോഴത്തെ കാലത്ത് വലിയ ആൾക്കാർക്ക് പോലും സ്വന്തം നമ്പർ ഓർമ്മയില്ല. എന്തായാലും ഞങ്ങളുടെ മകന് അവന്റെ ഉപ്പയുടെ നമ്പർ ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു കാര്യമായി. അതുകൊണ്ട് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചത്. കറക്റ്റ്. അതെ അതെ. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇന്നലെ രാത്രി 9:25 കൂടിയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. മംഗളൂരുവിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ ആയിരുന്നു. അവിടെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീകാന്തിൻ്റെ ഇടപെടലുണ്ടായത്. ആ ശ്രീകാന്ത് തന്നെ ആ കാര്യം നമ്മളോട് വിശദമായി പറയും. എന്താ ശരിക്കും ഈ 9:25 ഇന്നലെ രാത്രി സംഭവിച്ചത്? ഒരു 2 മിനിറ്റ് എത്തിക്കഴിഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു കുട്ടി 11ാമത്തെ കോച്ച് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു കുട്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാണ്. അപ്പോൾ കുട്ടി പരിഭ്രമിക്കുന്നുണ്ട്, പിന്നെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്ത് പോയിട്ട് വിവരങ്ങൾ തിരക്കിയതിൽ കുട്ടി ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം കുട്ടിക്ക് ആ ഫോൺ നമ്പർ കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ അന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ഫോണിൽ ഫോൺ നമ്പർ ഡയൽ ചെയ്തപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല. പിന്നത്തെ പ്രാവശ്യം ആ ഫോൺ എടുത്തപ്പം അത് കുട്ടിയുടെ രക്ഷിതാവാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ C5 കോച്ചിനുള്ളിലാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരെ ബോധ്യം എന്ന് പറഞ്ഞാൽ കുട്ടി ആ വാഹനത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് അവരുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും വന്ദേ ഭാരത് നമ്മുടെ ട്രെയിനിൻ്റെ ഡോറ് ലോക്കായിരുന്നു. ഡോറ് ക്ലോസ് ചെയ്തപ്പോഴേക്ക് തന്നെ കുട്ടിക്ക് വെപ്രാളായി. കുട്ടി എങ്ങനെയെങ്കിലും അതിലേക്ക് ചാടി കയറാനുള്ള ഒരു ശ്രമമാണ് പിന്നെ കുട്ടീൻ്റെ ഭാഗത്തുണ്ടായത്. കുട്ടീൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ഭാരത്തിലുള്ള ഒരു ട്രോളി ബാഗാണ്. ഈ കുട്ടിയെ പിടിച്ച് കുട്ടിയുടെ കൈ ഞാൻ വിട്ടിട്ടില്ല. കുട്ടീനെ പിടിച്ച് ഞാൻ മുന്നോട്ട് വണ്ടീൻ്റെ പുറകോട്ട് ഓടുകയാണ് ചെയ്തത്. ഇവനെയും കൈ പിടിച്ച് ഓടുന്നത് കൂടി എനിക്ക് തീരെ സേഫ് അല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഓട്ടത്തിൽ തന്നെ എനിക്ക് ബോധ്യമായി. അവിടെ ഉള്ള മറ്റ് യാത്രക്കാരുടെയും കയ്യിൽ കുട്ടീനെ അവർ ചേർത്ത് പിടിച്ചു. പിന്നെ ഞാൻ വിസിൽ മുഴക്കിയിട്ട് പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി ആ പുറകിൽ എൻ്റെ എത്താനാകുമ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ എത്താനാകുമ്പോൾ ആ ഗാർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗാർഡ് ലോക്കോ പൈലറ്റിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വണ്ടി കുറച്ച് ഓടി മുന്നോട്ട് പോയി വണ്ടി നിൽക്കുകയുണ്ടായത്. കുട്ടിയെയും കൊണ്ട് നമ്മൾ പിന്നെ ഓടുകയാണ്. ഓടി ഈ C5 കോച്ചിനുള്ളിലെത്തി കുട്ടീനെ യാത്രക്കാരുടെ സഹായത്തോടെ അതിൽ കയറ്റി സുരക്ഷിതമായി രക്ഷിതാക്കളെ അടുത്തെത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടി അത് നല്ലപോലെ ചെയ്തെന്നുള്ള ഒരു സന്തോഷം മാത്രമാണുള്ളത്. ശ്രീകാന്ത് പറഞ്ഞ പോലെ ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെയും ഒക്കെ ഇടപെടൽ, എല്ലാവരും ചേർന്നുകൊണ്ട് ആ കുട്ടിയെ ആ ട്രെയിനിലേക്ക് കയറ്റി. അതിനോടൊപ്പം തന്നെ ഈ വിസിൽ വിളിച്ച് ശ്രീകാന്ത് ഓടുന്നുണ്ടായിരുന്നു. ലോക്കോ പൈലറ്റിൻ്റെ ഇടപെടൽ, അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴാണ് ഈ കുട്ടിയെ ആ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചാൻ സാധിച്ചത് എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ആ മനോഹരമായ കാര്യം. ഈ റെയിൽവേ പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ നിരന്തരമായിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ വലിയ മഹത്തരമായ കാര്യങ്ങളാണ് എന്ന് ശ്രീകാന്തിനെ പോലെയുള്ളവർ നമുക്ക് മുൻപിൽ മാതൃകയായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഇംതിയാസ് കരീം തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഇംതിയാസ്, നമുക്ക് ആലോചിക്കാമല്ലേ ആ 10 വയസ്സുകാരൻ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവും ആ കുറച്ച് നിമിഷങ്ങളിൽ എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയും. എന്തായാലും തുണയായി എത്തിയ ആ ഒരു ഉദ്യോഗസ്ഥന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലേ? ഈ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീകാന്ത് അത് തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കരുതലിൻ്റെ കാര്യം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് അവിടെ നിന്ന്, അത്രയും തിരക്കുള്ള പ്ലാറ്റ്ഫോമാണ്, റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കോഴിക്കോട്. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ട്രെയിനൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം അത്രയും ആളുകൾ ഒരുമിച്ച് ട്രെയിനിൽ കയറാനും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരും ഒക്കെ ആ സമയത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നൊരു സമയമായിരിക്കും. അതിനിടയ്ക്ക് ഒരു 10 വയസ്സുകാരൻ കരയുന്നത് കാണുമ്പോൾ അവനെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ്റെ അടുത്തേക്ക് എത്തുക, എല്ലാവരുടെയും സമഗ്രമായിട്ട് ഓടുന്ന ട്രെയിൻ പിന്നെ വിസിൽ വിളിച്ച് ലോക്കോ പൈലറ്റുമായി ബന്ധപ്പെട്ട ആ ട്രെയിൻ നിർത്തിച്ച് ആ കുട്ടിയെ അതിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതൊരു ഡ്യൂട്ടിക്കപ്പുറം ഒരു കരുതലിൻ്റെ കാര്യമാണ് എന്ന് പറയാൻ കാരണം. നമുക്കറിയാം പലപ്പോഴുമൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്, അതൊരു ആൾക്കൂട്ടമാണെങ്കിൽ, ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കുട്ടികൾ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും ഈ കുട്ടികളുടെ കാര്യത്തിലൊരു
കരുതലുണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്പം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇടയിലൊക്കെ ആണെങ്കിൽ, തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ കരുതലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരം നല്ല മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു വലിയ സന്ദേശം കൂടെ ഇതിനൊപ്പമുണ്ട്. ഇംതിയാസ് പറഞ്ഞതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഈ തിരക്കുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കരുതൽ കൊടുക്കേണ്ടത് തന്നെയാണല്ലേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രധാനമാണ് കേട്ടോ ഇതിൽ പറയേണ്ടത്. ഈ ഫോൺ നമ്പർ, കുട്ടിക്ക് ഉപ്പയുടെ ഫോൺ നമ്പർ അറിയായിരുന്നു, അത് ആ ഉദ്യോഗസ്ഥന് കൊടുത്തപ്പോഴാണ് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഒരു 10 വയസ്സുകാരനാണ് ഉപ്പയുടെ നമ്പറൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളിൽ എത്ര പേർക്ക് ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ മൊബൈൽ നമ്പർ കാണാതെ അറിയാമെന്നത് ഒരു ചോദ്യമാണല്ലേ. പലപ്പോഴും മുൻപൊക്കെ നമ്മൾ പഠിച്ചു വെക്കുമായിരുന്നു നമ്പറൊക്കെ, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പലരും അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ പാരൻസിൻ്റെ നമ്പർ ഉറപ്പായിട്ടും കാണാതെ പഠിപ്പിക്കാൻ ശ്രമിക്കണം എന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരി.